പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ. ഈശോയിൽ സ്നേഹം നിറഞ്ഞവരെ, വിശുദ്ധ യോഹന്നാൻ അറിയിച്ച സുവിശേഷം 2-ാം അധ്യായം 1 മുതൽ 12 വരെ വാക്യങ്ങൾ നമുക്കേറെ പരിചിതമായ കാനായിലെ കല്യാണ വിരുന്നാണ് ഇന്ന് പരിശുദ്ധ കുർബാനയിലെ സുവിശേഷ ഭാഗം. ഈ തിരുവചന ഭാഗത്തെക്കുറിച്ച് പ്രസിദ്ധനായ ഇംഗ്ലീഷ് കവി ലോർഡ് ബൈറൺ ഈ സംഭവത്തെ ഒറ്റ വാക്യത്തിൽ ചുരുക്കുന്നത് ഇങ്ങനെയാണ്: The water met its master and blushed. വെള്ളം തൻ്റെ നാഥനെ കണ്ട് ചുവന്നു തൊടുത്തു. പൂർണ്ണ ദൈവവും പൂർണ്ണ മനുഷ്യനുമായ ഈശോയുടെ ഈ ദൈവികവും മാനുഷികവുമായ സ്വഭാവം കൂടി പ്രകടമാക്കുന്നതാണ് ഈ തിരുവചന ഭാഗം. മാനുഷികമായ രീതിയിൽ ഈശോ ചോദിക്കുന്നു, സ്ത്രീയെ എനിക്കും നിനക്കുമെന്ത്? മാതാവ് ഈ കാര്യം വിഷമകരമായ ഒരു സാഹചര്യമാണെന്ന് പറഞ്ഞപ്പോൾ മാനുഷികമായ രീതിയിൽ ഈശോയുടെ പ്രതികരണം അതായിരുന്നു, എനിക്കും നിനക്കും എന്ത്. ഈശോ ഒരു താല്പര്യമില്ലാത്തതുപോലെ മാറി നിൽക്കുന്നത് പോലെ കാണിക്കുന്നു. പക്ഷെ ഈശോയുടെ ദൈവികമായ വശം അതിൽ വീണ്ടും ഇടപെടുന്നു. അവിടെ സേവകരോട് പറഞ്ഞ് വെള്ളം കോരി വെച്ച് അവിടെ വെള്ളത്തെ വീഞ്ഞാക്കി മാറ്റി, ഏറ്റവും മാധുര്യമുള്ള മേൽത്തരം വീഞ്ഞാക്കി മാറ്റി ആ പ്രശ്നത്തിന് പരിഹാരവും ആ സന്ദർഭത്തിൽ വലിയ സഹായവും നൽകുന്നു. നമ്മുടെ പ്രായോഗിക ജീവിതത്തിലും ഇത് വളരെ ശ്രദ്ധേയമാകുന്ന ഒരു ചിന്തയാണെന്ന് വിശ്വസിക്കുന്നു. ഏതൊരു ബുദ്ധിമുട്ടും പ്രശ്നവും മറ്റൊരാൾ നമ്മുടെ മുമ്പിൽ അവതരിപ്പിക്കുമ്പോൾ നമുക്ക് രണ്ട് രീതിയിൽ പ്രതികരിക്കാം. മാനുഷികമായ രീതിയിൽ ഇതെൻ്റെ കാര്യമല്ലല്ലോ, എനിക്ക് നിനക്കും എന്ത് എന്ന് പറഞ്ഞ് മാറി നിൽക്കാനുള്ള സാധ്യതയുണ്ട്. പക്ഷെ നമ്മളിൽ എല്ലാവരും ഒരു ദൈവികമായ അംശമുണ്ട്. ഈശോ നമ്മളിൽ വസിക്കുന്നുണ്ട്. ആ ഈശോയുടെ സഹായത്തോടു കൂടി നമ്മളാലാവുന്ന സഹായങ്ങൾ ഏത് തരത്തിലാണോ വേണ്ടത് അത് ചെയ്തു കൊടുക്കാനുള്ള ഒരു സാധ്യതയും നമ്മുടെ മുമ്പിലുണ്ട്. ഏത് വേണം, എങ്ങനെ ചെയ്യണമെന്ന് നമ്മളാണ് തീരുമാനമെടുക്കേണ്ടത്. നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവായ ഈശോയെ, പുതിയ ദിവസത്തെ ഓർത്ത് നന്ദി പറയുന്നു. ഈ പ്രഭാതത്തിൽ ഞങ്ങൾ അങ്ങയെ ആരാധിക്കുന്നു. കർത്താവ്, ഞങ്ങളുടെ ഇന്നത്തെ ജീവിതത്തിൻ്റെ ഓരോ നിമിഷവും അങ്ങ് കൈപിടിച്ച് നടത്തണമേ. വിഷമിക്കുന്നവരും അധ്വാനിക്കുന്നവരും കഷ്ടപ്പെടുന്നവരുമായുള്ള ആളുകളെ ഞങ്ങൾ കാണുമ്പോൾ മാനുഷികമായ ചിന്താഗതികളോടെ അവരെ കണ്ടില്ലെന്ന് നടിച്ചു മാറി നിൽക്കുന്നവരാവാതെ സാധിക്കുന്ന രീതിയിൽ അവരെ സഹായിക്കാനും അവരുടെ ജീവിതത്തിൽ വീഞ്ഞിൻ്റെ മാധുര്യം ഞങ്ങളുടെ നല്ല സംസാരവും നല്ല പെരുമാറ്റവും നല്ല സഹായവും കൊണ്ട് കൊടുക്കുവാനും ഞങ്ങളെ അനുഗ്രഹിക്കണമേ. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും നാം എല്ലാവരോടും നമ്മുടെ ഈ ദിവസത്തോടും കൂടി ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ.